കാണുന്നവരൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വെയിറ്റിംഗ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ഇപ്പം എന്തായാലും ഉടൻ തന്നെ പോകും. സോ ഗൈസ്, കട്ട വെയിറ്റിംഗ്. നമ്മുടെ പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക. ഞാനിവിടെ കട്ടയ്ക്ക് വെയിറ്റിംഗ് ആണ്. നമ്മുടെ പിള്ളേരോട് വരുമായിരിക്കും. സോ ഗൈസ്, അപ്പോൾ 55 പേരോടും കയറിയിട്ട് നമ്മളെന്ത് പോകുന്നത് സാനോക്കാണ്, നമ്മുടെ സ്വന്തം പാമ്പുകളുടെ നാട്ടിലേക്കും പാമ്പ് പിടുത്തക്കാരുടെ നാട്ടിലേക്കും. സോ വെൽക്കം ടു ടിപ്പെക്സിൻ്റെ 10ാമത്തെ ആഴ്ചയിലെ 2ാം ദിവസം. ടിപ്പെക്സ് എലൈറ്റ് റൂമിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. നമ്മുടെ പിള്ളേരൊക്കെ അതേ വന്നുകൊണ്ടിരിക്കുന്നത്. ഡെഡിൻ്റെ ഫുൾ സ്കോഡുകളൊക്കെ നമുക്ക് പരിചയപ്പെടാം. ആദ്യമായിട്ട് നമ്മുടെ ഡെഡിൻ്റെ പിള്ളേരാണ്. ഡെഡിൻ്റെ പിള്ളേർ ഫുൾ സ്കോഡായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. തൊട്ടതായി ഡ്രാക്കൻ്റെ ഒരു പ്ലെയർ മാത്രം വന്നിട്ടുണ്ട്. ഗോഡ് മാത്രം. ബാക്കിയുള്ള പൈമിയുടെ പിള്ളേർ വന്നിട്ട് പൈമി, ജാസും, AKC, മോണിക്കും ഉണ്ട്. ബാക്കി 4ാമത്തെ ആൾ വന്നിട്ടില്ല. അതുപോലെ തന്നെ സീറോ റെസ്പെക്റ്റിൻ്റെ ഡെവലപ്പുണ്ട്, ഫെല്ലോ ഉണ്ട്, മാഡിയുണ്ട്, പോകയുണ്ട്, അതുപോലെ റേസിൻ്റെ ഡീസിങ് ഉണ്ട്, ബാഡ് റോബോട്ട് ഉണ്ട്, ബൂഗിയുണ്ട്, ക്രാറ്റോസ് ഉണ്ട്. അതുപോലെ തന്നെ BB ലൂസിഫർ ഒറ്റയ്ക്കാണ്. പുള്ളി സോളോ വേഴ്സസ് സ്ക്വാഡാന്ന് തോന്നുന്നുണ്ട്. സോ ഗൈസ്, ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരു ഹായ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ചില്ലാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ആരും കാണുന്നില്ലെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക, ഒരു ഹായ് ഒക്കെ അയക്കുക. അപ്പോൾ നമ്മുടെ ഡാർക്കിൻ്റെ പിള്ളേരുണ്ട്. ഡാർക്കിൻ്റെ നൈറ്റ് ഉണ്ട്, ആൽഫയുണ്ട്, ഡാർക്ക് ബ്ലഡ് ഉണ്ട്. അതിൽ തൊട്ടൊരു CN നമ്മുടെ മൊട്ടബാബുവും പിള്ളേരാണ്. മുനിയുണ്ട്, നമ്മുടെ ഏഞ്ചലുണ്ട്. അതുപോലെ തന്നെ പോവുകയാണെങ്കിൽ മെട്രിക്സ്, വേപ്പിൻ്റെ മെട്രിക്സ് ഉണ്ട്, സ്മാഷ് ഉണ്ട്, ഗോക്കുഡ്, ഇൻസൈൻ ഉണ്ട്, നമ്മുടെ നാവി, ക്രിപ്റ്റോൺ ഉണ്ട്, നവി സ്റ്റാർക്ക് ഉണ്ട്, നവി എഡിത്ത് ഉണ്ട്, നവി ഷെഫിക് ഉണ്ട്. OSIRIS ഹബിക്കാരാണെങ്കിൽ OSIRIS ഹബിൻ്റെ ഹൃദയുണ്ട്, ഹൂസ് ബോസ് ഉണ്ട്. അതുപോലെ തന്നെ നാഡ് ഹോക്ക് ഉണ്ട്, B50 ഡീമൺ ഉണ്ട്. അതുപോലെ നമ്മുടെ ബൈറ്റിൻ്റെ പിള്ളേരുണ്ട്. ബൈറ്റ്, ഫാൻറ്റം ക്രിമിനൽ, ഫാറോ ആൻഡ് ബൈറ്റ് സ്പെക്ടർ, YT. NRSിലൊക്കെ 3 പേരാണ് വന്നിട്ട്. നാർക്കോസിൽ റാത്ത് ഉണ്ട്, നമ്മുടെ ഡെവിൾ ഉണ്ട്, ഒബേ ഉണ്ട്. ബോസ്കോയിൽ വരാൻ ബോസ്കോയിലൊക്കെ ABD മാത്രം. അതേപോലെ NRSിൻ്റെ റോക്ക് വന്നിട്ടുണ്ട്. പിന്നെ സ്പൈഡറാണ്, സ്കരൻ ഉണ്ട്, സ്പൈഡർ ഉണ്ട്, പ്രഭുലുണ്ട്, രോഹിതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം AD ആണ്, എന്നോഡോമിനിയാണ്. എന്നോഡോമിനിയിൽ സാത്താനുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ബാക്കി ആരും വന്നിട്ടില്ല. അതുപോലെ നമ്മുടെ PX ആണ്. PXൽ നമ്മുടെ ഡിക്റ്റേറ്ററുണ്ട്, തോറുണ്ട്, ലൂസിഫറുണ്ട്, കാർണേജ് ഉണ്ട്. DTRക്ക് വരാൻ DTRൻ്റെ ജിന്നും ആദ്യം മാത്രമുള്ളത്, ബാക്കിയുള്ളവർ കാണുന്നില്ല. അതുപോലെ ടിപ്പെക്സിൽ ഹൈപ്പർ ഉണ്ട്, മായാവി ഉണ്ട്, ബുള്ളറ്റ് ഉണ്ട്. സോ ഇന്ന് എൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം സീറോ റെസ്പെക്റ്റ് ഈവിളാണ്. സോ നമ്മളിന്ന് കട്ട വെയിറ്റിംഗ് ആണ്. കാണുന്നവരൊക്കെ ഒരു മെസ്സേജ് അയക്കുക. നമ്മുടെ ചാറ്റും മെസ്സേജ് തമ്മിൽ 1 മിനിറ്റ് ഡിലേ ഉണ്ട്. കാരണം ഞാൻ 1 മിനിറ്റ് ഡിലേ ആണ് സ്ട്രീം ചെയ്തത്. സമയം ഇപ്പോൾ 9:14 പിള്ളേരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേ പിള്ളേരൊക്കെ ഇപ്പോൾ കയറിക്കൊണ്ട് സമയത്തിന് കയറണമെന്നാണ് വിചാരിക്കുന്നത്. കയറുമായിരിക്കും. അസുരയുടെ പിള്ളേർ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അസുരന്മാരെ കാണുന്നില്ലല്ലോ. ടീം അസുര ഒരു സ്ലോട്ട് ഏതാ നോക്കട്ടെ. ടീം അസുര ടീം അസുര സ്ലോട്ട് നമ്പർ 10 ആണ്. പക്ഷേ റേസിൻ്റെ ഉള്ളത് കയറിയിരിക്കുന്നത് എന്താണോ അറിയില്ല. റേസിൻ്റെ പിള്ളേരുടെ സ്ലോട്ട് 12 ആണ്. അപ്പോൾ അസുരന്മാർ വരുന്നില്ലേ? താനോസ്, അന്നോഡോമിനി. ഓക്കെ, അന്നോഡോമിനി പ്ലെയറാണ്. അന്നോഡോമിനിയുടെ സ്ലോട്ട് താഴെയാണ്. താഴെ AD താനോസ് വന്നിട്ടുണ്ട്. സോ സമയം 9:15 നമ്മുടെ സ്വന്തം പിള്ളേരൊന്നും അസുരന്മാർ ഇന്ന് ഷോപ്പ് ചെയ്തിട്ടില്ല. പിള്ളേർക്ക് മടുത്തോന്നാണെന്ന് അറിയില്ല. ഇന്നലെ ലാസ്റ്റ് സമയം കയറിക്കൊണ്ട് തോറ്റതുകൊണ്ടാണെന്ന് അറിയില്ല. പിള്ളേർ കയറിയിട്ടില്ല. സോ ഗൈസ്, അത് ഈ പ്ലെയേഴ്സിനാണ് വളരെ കുറവാണ്. വളരെ കുറവല്ല, കുറച്ച് പ്ലെയേഴ്സ് മാത്രം വന്നിട്ടുള്ള. AD ബോസ്കോ ഫുൾ സ്ക്വാഡായിട്ടുണ്ട്. അപ്പോൾ ഇനി വരാനുള്ള നമ്മുടെ അന്നോഡോമിനി ഒരു പ്ലെയറും DTRൻ്റെ 2 പേര്. മുകളിലേക്ക് പോകുകയാണെങ്കിൽ CNൻ്റെ ഒരു പ്ലെയറും BBയുടെ 2 പ്ലെയർ. നമ്മുടെ അസുരന്മാരും DRും ഡ്രാക്കന്മാരും വന്നിട്ടില്ല. സോ ഗൈസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയില്ല. സോ ഗൈസ്, സ്റ്റാർട്ടിങ്. 2 പേർക്ക് മാപ്പിൽ 2 പേര് തട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ 2 പേര് തട്ടിയിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. സോ എത്ര പേരുണ്ടാവുമെന്ന് കണ്ടറിയാൻ മെസ്സേജ് ആര് കാണുന്നവർക്ക് ഒരു മെസ്സേജ്. നിങ്ങളുടെ ടീമിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യും. നിങ്ങളുടെ ടീമിൻ്റെ സപ്പോർട്ട് വേണം നിങ്ങൾക്ക് ഇവിടെ. അതുപോലെയാണ് നമ്മുടെ സ്ട്രീം. നിങ്ങളുടെ സപ്പോർട്ടിങ്ങിൽ നമുക്ക് സ്ട്രീം ചെയ്യുമ്പോഴും ഒരു ഉഷാറുണ്ടാവുള്ളൂ. 4 പേര് കാണുന്നൊക്കെ ഉണ്ട്. കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക. ഓക്കെ, നമ്മുടെ ഡെഡിൻ്റെ പിള്ളേർ. അത് ഇവിടെ പിള്ളേരൊക്കെ ഇവിടെ കട്ടയ്ക്ക് ഓടി നടക്കുന്നുണ്ട്.
നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്ലോട്ട് നമ്പർ വെച്ച് നോക്കാം. സ്ലോട്ടിൽ അത് പിള്ളേരൊക്കെ വന്നിട്ടിരിക്കുകയാണ്. 61 62 പേര്. അത് എല്ലാവർക്കും ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റേസിൻ്റെ പിള്ളേർ നൈസൊരു സ്ലോട്ടൊന്ന് മാറി കയറുന്നുണ്ട്. പക്ഷേ അസുരന്മാർ വരികയും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അസുരന്മാരൊന്നും കയറിയിട്ടില്ല. ഗൈസ് ഇങ്ങനെ ബുക്ക് ചെയ്തിട്ട് വരാണ്ടിരിക്കുമ്പോൾ മോശമാണ്. എങ്കിലും നമുക്ക് നോക്കാം. സോ ഗൈസ് നമ്മൾ പിള്ളേർക്ക് ഇങ്ങനെ ചാടി ഓടി നടക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും കാണുന്നില്ല. 64 പേരുണ്ട്. 64 പേരിൽ ഇന്നത്തെ ഡിന്നർ ആര് കൊണ്ട് ഒന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമയം 9:15 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 9:15 നമ്മൾ റൂം സ്റ്റാർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് ആരും വന്നിട്ടും കാര്യവുമില്ല. സോ ഗൈസ്, അതെ, നിങ്ങൾ ആരെങ്കിലൊക്കെ ഉണ്ടോ? ഒരു മെസ്സേജ് അയക്കുമോ? ഒരു ഹൈ. ആരും കാണുന്നില്ല തോന്നുന്നുണ്ട്. കാണുന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് വിടുന്നത് ഞാൻ പ്രതീക്ഷിക്കാം. ഓക്കെ, നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ഡെഡിൻ്റെ പിള്ളേരാണ്. ഡെഡിൻ്റെ പിള്ളേർ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ ഡെഡിൻ്റെ പിള്ളേരാണ് സ്പെക്ട് ചെയ്യുന്നത്. തൊട്ട് നമ്മുടെ പൈമിൽ പിള്ളേരുണ്ട്. ഹീറോസ്പിൻ്റെ പിള്ളേരുണ്ട്. വിമാനം പോകുന്ന ക്യാമ്പ് ചാർലി, പൈൻ ആൻഡ് റൂയിൻസ് ആൻഡ് ക്യാമ്പ് അൽഫയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ബൂട്ട് ക്യാമ്പുണ്ട്. ബൂട്ട് ക്യാമ്പിലേക്കൊക്കെ ആര് ചാടുമെന്ന് കണ്ടറിയും. സീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേർ ആദ്യമേ ചാടിയിട്ടുണ്ട്. നൈസായിട്ട് കബോങ്ങിക്കുള്ള ഒരു ഓട്ടമാണ് തോന്നുന്നത്. തൊട്ട് പിന്നാലെ നമ്മുടെ നവീർ പിള്ളേർ എങ്ങോട്ടും അറിയില്ല. പൈനനിക്കായിരിക്കാം. പക്ഷേ നമ്മുടെ പിള്ളേർ ആരൊക്കെയാണ് ബൂട്ട് ക്യാമ്പിൽ പോകുന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ബൂട്ട് ക്യാമ്പിൽ ആരൊക്കെ ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. ബൂട്ട് ക്യാമ്പിലേക്ക് പിള്ളേർ പോകുന്നുണ്ട്. സോ എൻ്റെ സ്ട്രീമിങ്ങിന് 1 മിനിറ്റ് ഡിലേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കാം. മെസ്സേജ് ഒക്കെ ഇടാണെങ്കിൽ നമുക്കൊരു ഇതാണ്. അതാണ് നമ്മുടെ ആരാണ് മോബ്രോഡ് 8B50 ടീം ഇതിലുണ്ടാവും വെച്ചിട്ടുണ്ട്. B50 ടീമല്ല, B50 ഒരു പ്ലെയർ ഉണ്ട്. അത് നമ്മുടെ ഒസിരിസ് സബിന് വേണ്ടി കളിക്കുന്നുണ്ട്. B50 ടീമില്ല. B50 ഒരു പ്ലെയറാണ് നമ്മുടെ ഒസിരിസില്ല. സോ നമുക്ക് വരാം. നമ്മുടെ ഇസ്രാറിൻ്റെ അടുത്ത് ആരുമില്ല. പക്ഷേ പോവുകയാണെങ്കിൽ ബൂട്ട് ക്യാമ്പിലേക്ക് പോകും. AD ബ്ലാക്കിൻ്റെ അടുത്ത് പോകാം. AD ബ്ലാക്കിൻ്റെ അടുത്ത് പോകത്തെ. ഓക്കെ, AD ബ്ലാക്കിൻ്റെ പിള്ളേരാണ് നേരെ വന്ന് ചാടിയിട്ടുണ്ട്. പക്ഷേ മച്ചന്മാർ ഒറ്റയ്ക്കാണ് ബൂട്ട് ക്യാമ്പിൽ ആരുമില്ല. പക്ഷേ നമ്മുടെ സ്വന്തം പാരഡൈസിലേക്ക് 2 പിള്ളേർ പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ DTRനോട് ഒരു 2 പ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരും പല സ്ഥലത്താണ്. ഇനി ഒരു അടി കാണണമെങ്കിൽ നമ്മുടെ ഫസ്റ്റത്തെ പേര് നമ്മുടെ ഡാർക്കിൻ്റെ പിള്ളേരുണ്ട്. ഡാർക്കിൻ്റെ പിള്ളേർ നമ്മുടെ സ്പൈർ പിള്ളേരുണ്ട്. സോ ഡാർക്കിൻ്റെ പിള്ളേരോട് 3 പേരുള്ളൂ. 3 പേരോട് കാര്യം നടക്കുമ്പോൾ തൊട്ടപ്പുറം നമ്മുടെ സ്പൈർ പിള്ളേരാണ്. മോൻ അടി തുടങ്ങി മുകളിൽ നിന്ന് സ്പൈഡർക്ക് അന്ന മീൻ അടിക്കുന്നത്. അത് അടുത്ത് നോക്ക്, ബ്ലൈറ്റിൻ്റെ പിള്ളേർ അടിച്ചിട്ടു. നമ്മുടെ പ്രഫുലാണ് അത്ര നേരം അടിച്ചിട്ട് നമ്മുടെ സ്പൈഡറിന് കിട്ടില്ല. അതിന് പകരം പ്രഫുൽ അവിടെ നൈസർ കയറി അടിക്കുന്ന കഴിഞ്ഞ. പക്ഷേ ഫ്യൂരിയും പിള്ളേരും കയറിയുണ്ട്. ഫ്യൂരിയും പിള്ളേർ അത് ഫ്യൂരിക്കിൻ്റെ ഇതിലാകുമ്പോൾ അടിച്ചനൊക്കെ അപ്പം കൺഫേം ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ഫ്യൂരിയാണ്. ഫ്യൂരിയുടെ കയ്യിൽ ഒരു AKM മ്യൂസിയം മാത്രമാണ്. AKM മ്യൂസിയം കൊണ്ട് മച്ചാൻ എന്തെന്ന് കാണും. അപ്പുറത്ത് ഫുൾ സ്ക്വാഡ് ഉണ്ട്. സോ ഇനി ഒരു അടി നമുക്ക് ഇനി എവിടെ പ്രതീക്ഷിക്കാനാണ്. തൊട്ടപ്പുറത്ത് B50 ടീമാണ് കണ്ടിരുന്നത്. ഒസിരിസിൻ്റെ ഒരു പ്ലെയർ മാത്രമുള്ളത്. പക്ഷേ ഇവിടെ മുകളിൽ നല്ലൊരു അടി നടക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മോനെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഞാൻ പിള്ളേർ സ്പോട്ട് ചെയ്യാൻ അടിക്കുന്ന ശ്രമമുണ്ട്. നമ്മുടെ സ്പൈരോയിതും പിള്ളേരും കാരണം പിള്ളേർ അവിടെ നിന്ന് മോനെ നൈസ് നോക്കും. നമ്മുടെ നൈറ്റ് അപ്പോൾ പക്ഷേ തിരിച്ചടിക്കുന്നു. തിരിച്ച് നല്ല രീതിയിൽ ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അത് നമ്മുടെ നൈറ്റ് ചെറുതായിട്ടൊന്ന് ലിറ്റാണ്. വേപ്പ് എവിടെ ബ്രോ ഇറങ്ങി? വേപ്പ് നമ്മുടെ വേപ്പിൻ്റെ സ്വന്തം ക്യാറ്റ്സ് വന്നിട്ട്. വേപ്പിൻ്റെ സ്വന്തം ക്യാറ്റ്സ് ആണ്. വേപ്പിനുള്ളിലൂടെ അടുത്ത് എവിടെ ഇറങ്ങിയിട്ടുണ്ട്. വേപ്പ് അവിടെ വേപ്പിനുള്ളിൽ നമ്മുടെ കോറയുടെ അപ്പുറത്ത് ഇറങ്ങിയത്. പക്ഷേ റേസിനുള്ളൊരു അപ്പുറത്തുണ്ട്. റേസിനുള്ള ചെറുതായിട്ട് ഒരസാൻ ചാൻസ് ഉണ്ട്. പിള്ളേർ കയറി മേയോ ഇല്ലെന്ന് കണ്ടറിയാം. പക്ഷേ നമ്മുടെ സ്പൈയുടെ പിള്ളേരും ഡാർക്കിനുള്ളവരും കട്ടയ്ക്ക് ഇവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഡാർക്കിനുള്ളവർ അത് നൈസായിട്ട് ഓടുന്നൊരു കാഴ്ചയാണ്. അത് ഇവിടെ നിന്ന് പണിപ്പാടുമെന്ന് അറിയാവുന്നതായിരിക്കാം. പിള്ളേർ അവിടെ നോക്കുന്നത് ബാൻഡേജ് അടിക്കുന്നുണ്ട്. 2 പേരും 4 പേരുമാണ്. 2 vs 4 സിറ്റുവേഷനാണ്. അതുകൊണ്ട് എന്ത് നടക്കാം. ഇനി ഒരു ഫൈറ്റ് കാണണമെങ്കിൽ DTRൻ്റെ പിള്ളേരും പോയത് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. NRSൻ്റെ പിള്ളേർ നൈസായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സോ ആദ്യത്തെ കിൽ ഫസ്റ്റ് ബ്ലഡ് വീണിരിക്കുന്നത് നമ്മുടെ ബ്ലഡിൻ്റെയാണ്. ബ്ലഡിൻ്റെ ബ്ലഡ് ആദ്യം വീണിട്ടുണ്ട്. നമ്മുടെ ക്യാറ്റ്സ് ബ്രോ വെയ്പ്പിൻ്റെ പിള്ളേർ എന്ത് ചെയ്യും? ഡിന്നർ അടിക്കുമോ അതോ എന്താണ് അവസ്ഥ? ഒരു ഊഹമൊക്കെ പറയാൻ പറ്റുമോ? സോ നമ്മുടെ ബോസ്കോൻ്റെ പിള്ളേർ നൈസായിട്ട് ക്യാമ്പ്രോയിലേക്ക് പോകണ്ട. അവിടെ ആരില്ല വിചാരിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ വെയ്പ്പിനുള്ളവർ അത് മുകളിലേക്ക് കയറുന്നുണ്ട്. ഡീസിങ്ങും പിള്ളേരും പിന്നിലൂടെ വെച്ച് പിടിക്കുന്നുണ്ട്. അത് M760 ആയിട്ട് വെയ്പ്പിനുള്ളവർ മുകളിലുണ്ട്. അതേ പക്ഷേ മുകളിൽ വന്ന് പിള്ളേർ കയറി അടിക്കില്ലെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, ചെറിയൊരു പ്രശ്നം. നമ്മുടെ ഗ്രാഫിക്സ് എത്തിക്കാക്കാൻ മറന്നുപോയി. ഓക്കെ, നമുക്ക് ഗ്രാഫിക്സ് അത് HDR ആക്കിയിട്ട് ഇത്ര മുകളിലൊക്കെ. പക്ഷെ മോനെ 2 ഡ്രോപ്പ് അടിച്ച് 14 മോനെ നാവിലുള്ള നൈസ് 2 ഡ്രോപ്പ് അടിച്ചിട്ടുണ്ട്. പക്ഷേ വെയ്പ്പിൻ്റെ പിള്ളേർ അത് നൈസ് ഓടി കളിച്ച് ലൂട്ടൊക്കെ അടിച്ച് പോകാനുള്ള ശ്രമമാണ്. അതേ തൊട്ട് പിന്നാലെ പിള്ളേരും കയറിയുണ്ട്. ഡാർക്കിൻ്റെ പിള്ളേർക്ക് ഓടിപ്പോകുമ്പോൾ തൊട്ടപ്പുറത്ത് നമ്മുടെ ഒസിരിസിൻ്റെ പിള്ളേർക്ക് അവരെ കാണാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ പിള്ളേർ കണ്ടോ ഇല്ലയെന്ന് അറിയില്ല. കണ്ടിട്ടുണ്ടോ? തൊട്ടപ്പുറത്ത് നമ്മുടെ അതേ ഡാർക്കിനുള്ളിൽ കയറി പോകുന്നു. അതേ നമ്മുടെ നോഡ് ഹാവ് അങ്ങോട്ട് കയറി പോകുന്നുണ്ട്. മറ്റേ ഡാർക്കിൻ്റെ പ്ലേയേഴ്സ് മോനെ അടുത്തടി നമ്മുടെ ഫ്യൂരിക്ക് എന്തോ അറിയില്ല. ഫ്യൂരി സിംഗിൾ ഷോട്ട് എന്നൊന്നും അറിയാറുന്നില്ല. പക്ഷേ നൈറ്റ് അത് ഓടിച്ചാടി പുറത്തോടെ ഒറ്റയ്ക്ക് എറിയുന്നു. പക്ഷെ അവിടെ നിന്ന് ഒസിരിസ് സബിൻ്റെ പ്ലെയേഴ്സ് അത് M16A4 ഇട്ട് നൈസായിട്ട് നമ്മുടെ ഹൃദയം പണിയെടുത്തു. അങ്ങനെ ഡാർക്കിൻ്റെ പിള്ളേരാണ് ആദ്യമായിട്ട് വൈപ്പ് ചെയ്ത്. സോ ഡാർക്കിൻ്റെ പ്ലെയേഴ്സാണ് കട്ടയ്ക്ക് വൈപ്പായിട്ടുണ്ട്. സോ നിങ്ങളുടെ ടീമുള്ള പ്ലെയർ നിങ്ങളുടെ ടീംസിനെ കട്ടയ്ക്ക് ചാറ്റ് ബോക്സിൽ എന്ത് വേണമെങ്കിലും ചെയ്യുക. സ്പാം ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, നമ്മുടെ പിള്ളേർ അതവിടെ ചെറിയ നമ്മുടെ ഡീസൻ്റായിട്ട് ചെറിയ ഒരസില്ല. വെയ്പ്പിനുള്ള കട്ടയ്ക്ക് ബൂട്ട് ക്യാമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബൂട്ട് ക്യാമ്പിൽ നമ്മുടെ അന്നോഡോമിനി പിള്ളേരുണ്ട്. പിള്ളേർ കയറി അവരടിക്കും. മീൻ അടിക്കുന്നു. ഡെഡിൻ്റെ പിള്ളേർ മുകളിൽ പോകുന്നു. ഡെഡിൻ്റെ പിള്ളേർ ഡെഡ് എവിടെയായിരുന്നു? ഡെഡ്
ഗൈസ് ചെറിയ പ്രശ്നം. ഡെഡിൻ്റെ പ്ലെയർ എവിടെയാണ് അറിയില്ല. ഡെഡിൻ്റെ പ്ലെയർ എനിക്ക് സ്ലോട്ട് നമ്പർ 6 ആണ്. ഓക്കെ, ഡെഡിൻ്റെ പ്ലെയർ അടിക്കുന്നു. പൈമിനെ ഫുൾ സ്ക്വാഡ് വേണ്ടിയിട്ടുണ്ട്. മോനെ ജോസഫ് ലാസ്റ്റ് പ്ലെയർ കൂടെ അടിക്കുന്നു. സോറി ഗൈസ്, നമുക്ക് ലേറ്റ് ഇപ്പോൾ. ഓക്കെ, പാരഡൈസിലായിരുന്നു. പാരഡൈസിൽ പൈമിൻ്റെ പ്ലെയർ കയറി വന്നപ്പോൾ നൈസായിട്ട് ഡെഡിൻ്റെ പ്ലെയർ ഒരു സ്ക്വാഡിനെ ഒറ്റയ്ക്ക് വൈപ്പ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഒറ്റയ്ക്കല്ല, ഒരു സ്ക്വാഡായിട്ട് ഒറ്റക്കെട്ടായി തീർക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ നമുക്കത് കാണാൻ പറ്റിയില്ല. ഡെഡിൻ്റെ പ്ലെയർ കണ്ടുപിടിക്കുന്നതിനേക്കാൾ മുമ്പ് ഡെഡിൻ്റെ പ്ലെയർ അത് വൈപ്പ് ചെയ്യുന്നു. പക്ഷേ തൊട്ടടുത്ത് നമ്മുടെ ടിപ്പെക്സിൻ്റെ പ്ലെയർ ചുമ്മാ അതിൽ കൂടെ കറങ്ങി നടക്കുന്ന ഒരു ടിപ്പെക്സിൻ്റെ ഒരു എരനെ കിട്ടാൻ വേണ്ടി ടിപ്പെക്സ് മായാവി അത് നൈസായിട്ട് വന്നിങ്ങനെ പകച്ച് ഇങ്ങനെ അടുത്തടുത്ത് നോക്കുന്ന 6x ഒക്കെ ഇട്ട് ചുമ്മാ സ്പ്രേ ഇടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡെഡിൻ്റെ പ്ലെയർ അങ്ങ് പാരഡൈസിനുള്ളിലാണ്. എന്തായാലും ഒന്നും കിട്ടാൻ ചാൻസ് ഇല്ല. വേപ്പിൻ്റെ പിള്ളേർ ബൂട്ട് ക്യാമ്പിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ്. ബൂട്ട് ക്യാമ്പിൽ പക്ഷേ പിള്ളേർ തമ്മിൽ പക്ഷേ NRSനുള്ള ബൈറ്റിനുള്ളിട്ടും ചെറുതായിട്ടൊന്ന് ഒരസാൻ ചാൻസ് അങ്ങോട്ടൊന്ന് പോയേക്കാം. കഴിഞ്ഞ അവിടെ എനിക്ക് ഇതിവിടെ വെച്ചിട്ടാന്ന് തോന്നുന്നു NRSനുള്ളവരും ബോസ്കോൻ്റെ പിള്ളേർ നന്നൊരസ് ചെയ്ത് ഇന്നിപ്പോൾ ബൈറ്റും. ഓക്കെ ഗൈസ്, ബൈറ്റിൻ്റെ പിള്ളേർ ഇവിടെ ഇങ്ങനെ ചാടി കളിക്കുകയാണ് വെള്ളത്തിന് മുകളിലൂടെ. വെയ്പ്പിൻ്റെ പിള്ളേർ എന്തെയും വെയ്പ്പ്. പക്ഷേ സോണിൻ്റെ അഡ്വാൻറ്റേജ് എങ്ങോട്ടൊന്നും ആർക്കും പറയാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും കറങ്ങാൻ നിൽക്കുന്നത്. ഗൈസ് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒരു മെസ്സേജ്, ഒരു ഹൈ ചാറ്റ്, ലൈവ് ചാറ്റ് യൂസ് ചെയ്യാൻ ഇത്രയും ബുദ്ധിമുട്ടാണ് ബ്രോസ്. ഓക്കെ, NRSനുള്ളിൽ ചുമ്മാ ചാടിക്കറി നടക്കുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ബൈറ്റിനുള്ളിൽ തൊട്ടപ്പുറത്തുണ്ട് DTRൻ്റെ പ്ലേയേഴ്സ് 2 പേര് മാത്രമാണ്. ജിന്നും മതി അത് ചുമ്മാ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അതേ ഒരു സപ്രസർ കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, അവിടെ എന്തൊക്കെയാണ് മച്ചാൻ നെറ്റ് പോയതാണെന്ന് അറിയില്ല. ഓക്കെ, മച്ചനോട് ഓടിച്ചാടി നടക്കുന്നത് നമ്മുടെ ജിന്നും പിള്ളേരുണ്ട്. ജിന്നും പിള്ളേർ ഗണ്ണൊക്കെ വെച്ച് ചുമ്മാ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിള്ളേർ ചുമ്മാ റോമിങ് അറൗണ്ടാണ്. പക്ഷേ BBയുടെ പ്ലേയേഴ്സ് നമ്മുടെ ബ്ലാക്ക് ബീസ്റ്റാണ് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അവർ ചുമ്മാ ഇങ്ങനെ ഓടിച്ചാടി നടക്കുകയാണ്. വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, 11 പേര് കാണുന്നുണ്ട് വേറെ. പക്ഷേ ഒരു മെസ്സേജ് ഇല്ല ആരുടെ. കാറ്റ്സ് ബ്രോ പോയെന്ന് തോന്നുന്നുണ്ട്. ആരും കാണുന്നില്ല. മച്ചാനും പോയിട്ടുണ്ടാവും. കാരണം ഒരു ഫൈറ്റ് എടുക്കുന്നില്ല. ആകെയുള്ളൊരു ഫൈറ്റാണെങ്കിൽ കാണാനും പറ്റിയില്ല മര്യാദയ്ക്ക്. പക്ഷേ NRSൻ്റെ പിള്ളേർ പിന്നെയും നമ്മുടെ ബൈറ്റിൻ്റെ പിള്ളേർ കയറി മേയില്ലെന്ന് അറിയില്ല. അത് ഗണ്ണൊക്കെ എടുക്കുന്നുണ്ട്. ബൈറ്റിൻ്റെ പിള്ളേർ സ്പെക്ടർ ഓടിച്ചാടി പോകുന്നുണ്ട്. പക്ഷേ സ്പെക്ടർ ബൈറ്റിൻ്റെ വായിലൊക്കെയാണ്. ഓക്കെ, NRSൻ്റെ പിള്ളേർ അവിടെ ഉണ്ട്. NRSൻ്റെ പിള്ളേർ എനിക്ക് കയറി അടിക്കോ. ഓക്കെ, NRSനുള്ളിലൂടെ നൈസായിട്ട് വൈറോസ് പിടിച്ചൊക്കെയാണ് പിള്ളേരാരും ഒന്ന് കയറി അടിക്കാൻ വേണ്ടിയിട്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. ഇതൊരു 8 പക്ഷേ. ഓക്കെ ഗൈസ്, അങ്ങനെ NRSനുള്ളിൽ ഇവിടെ ഉണ്ട്. താഴെ വരണം നമ്മുടെ BBയിലുള്ളവർ നമ്മുടെ സ്പൈറുള്ളവർ നമ്മൾ ചെറുതായിട്ട് ഇടി ഉണ്ടാവോ ഇല്ലെന്നറിയില്ല. കാരണം മച്ചന്മാർ കയറി പോകുന്ന സ്പൈര വായിലേക്കാണ്. സ്പൈർ പിള്ളേർ ഓപ്പണായിട്ട് ഓടി പോകുന്നുണ്ട്. BB ലൂപ്പാണ്. ലൂപ്പെക്സ് ആണോ? താങ്ക് യു ബ്രോ. പക്ഷേ സപ്പോർട്ട് കണ്ടില്ലേ നിങ്ങൾ? ചാറ്റ് ബോക്സിനെ കണ്ടാൽ നിങ്ങൾക്കറിയാലോ, നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചാറ്റ് ബോക്സിൽ ഒരു മെസ്സേജ് ഇങ്ങനെ ഭയങ്കര ബോറാണ്. മോനടുത്ത് സ്പൈർ പിള്ളേർ കറങ്ങി നടക്കുന്നുണ്ട്. അതോ സ്പൈഡർ മോൻ ആദ്യത്തെ നോക്കി. പക്ഷെ നടന്നില്ല. അടിച്ചടി മൊത്തം എങ്ങോട്ടോ പോകണം. ബുള്ളറ്റ് ഒരു ഫുൾ റൗണ്ട് തീർത്ത്. പക്ഷേ ഒരു ഗുണം ഉണ്ടായില്ല. ലൂപ്പെക്സിൻ്റെ പൊസിഷൻ പോയെന്നല്ലാണ്ട് പിള്ളേരവിടെ നല്ല ചന്നം പിന്നെ അടിക്കുന്നു. നമ്മുടെ പ്രൊഫൈലും പിള്ളേരാണ് നൈസായിട്ട് അടിക്കുന്നുണ്ട്. അതെ, പക്ഷേ ഒരു അടി പോലും കൊണ്ടില്ല. ലൂപ്പെക്സിന് ചെറുതായിട്ട് ഒരു ബുള്ളറ്റ് അടുത്തൂടെ പോയി നിന്നിട്ട് ലൂപ്പെക്സ് അതാത് മോനെ പൊസിഷൻ പോയ കാരണം കട്ടയ്ക്ക് കണ്ടം വഴി ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ. മുകളിൽ പോകണേ മോനെ DTRൻ്റെ പിള്ളേർ ബൈറ്റിനുള്ളിൽ ചെറുതായിട്ട് BTRൻ്റെ പിള്ളേർ ജിന്ന അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ജിന്ന അത് കട്ടയ്ക്ക് ഒളിച്ചിരിക്കുമ്പോൾ ബൈറ്റിൻ്റെ പിള്ളേർ ചുറ്റും കറങ്ങി ഓടുന്നുണ്ട് നൈസായിട്ട്. ബൈറ്റിൻ്റെ പിള്ളേർ ബൈറ്റിനുള്ളവർക്ക് അറിയുന്നില്ല ഇവിടെ പാമ്പുള്ള കാര്യം. അതൊരു പാമ്പാണ് കിടക്കുന്നത് നോക്കുന്നത്. അതൊരു പാമ്പ് എടുക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ നൈസായിട്ട് സ്പോട്ട് ചെയ്യുന്നത്. മോനെ ആദ്യം അവിടെ കിടക്കണ്ടായിരുന്നു. ആദ്യം അടിച്ച് നോക്കാക്കിയില്ലേ. ജസ്റ്റ് മിസ് പോയി. പക്ഷേ തൊട്ടപ്പുറത്ത് ഒരു പ്ലെയർ ഉണ്ട്. തൊട്ടപ്പുറത്ത് നമ്മുടെ ജിന്ന എടുക്കുന്നുണ്ട്. ജിന്നിനാരും കാണുന്നില്ല. ജിന്നിനാരടി ചുമ്മാ വെറുതെ വെടിയിരിക്കുന്നു. അതിൻ്റെ ജിൻ്റെ പൊസിഷൻ പോയിട്ട് പിള്ളേർ ഓടിയെന്നടിക്കുന്നു. സ്പെക്ടർ ഓടിയെന്ന് കിടക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് DTR ജിന്നയുടെ പാമ്പാണ്. DTR ജിന്നിനെ അടിക്കുമോ? ജിന്നോടെ കട്ടൻ്റെ പിന്നെ പാമ്പുകളെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ ആദ്യം പക്ഷേ നെയ്ഡൊക്കെ വരുന്നുണ്ട്. നെയ്ഡ് വന്നിട്ട് പക്ഷേ നമ്മുടെ വെറുതെ ഓടുകയാണ്. പക്ഷേ ഫാൻറ്റത്തിൻ്റെ പിള്ളേർക്കൊന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ ക്രിമിനൽ അവിടെ ഓടുന്നുണ്ട്. മോനെ എഴുന്നേറ്റ് ജിന്ന് എഴുന്നിരുന്നടിക്കുമ്പോൾ സൈഡിൽ നിന്ന് അടി വരുമോ? അത് ചന്നെ പിന്നെ സൈഡിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ ചെറുതായിട്ടൊരു ഡാമേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ മച്ചാനത് പക്ഷേ പിന്നെയും അടിച്ചു മോനെ. പിന്നെയും നമ്മുടെ ഫറോ ആണ് ബൈറ്റിൻ്റെ നമ്മുടെ ഫറോ നൈസായിട്ട് അവിടെ ഒരു ഫറോ ആക്കിയിട്ടുണ്ട്. നൈസായിട്ട് ഒരു മമ്മി ആക്കിയിട്ടുണ്ട് ഫറോ. ബ്രോ ഫ്യൂച്ചർ ചാറ്റ് മഴ പോലെ ആവും. നമുക്ക് തെറ്റൊക്കെ നോക്കാം. പക്ഷെ മോനെ നൈസായിട്ട് ബൈറ്റിൻ്റെ പിള്ളേർക്ക് അടി വരുന്നുണ്ട്. വേറെ ഒന്നുമില്ല. NRSൻ്റെ പിള്ളേർ മോനെ ഇവിടെ പുല്ലി കിടന്ന് കാര്യമില്ല. അറിയാം അത് മോൻ ആദ്യ ഗില്ല് ബൈറ്റിനുണ്ട്. ഗില്ല് നൈസായിട്ട് NRSൻ്റെ പിള്ളേരാണ് കൊണ്ടുപോയത്. അതെങ്ങനെ DTRൻ്റെ പിള്ളേർ മൊത്തത്തിൽ വൈപ്പായിട്ടുണ്ട്. നൈസായിട്ട് മഴ പോലെ ആവും. നമുക്ക് സെറ്റാവായിരിക്കും ദൈവം നമ്മനെ അറിയാം. പക്ഷേ NRSൻ്റെ പിള്ളേരോട് നൈസായിട്ട് അടിക്കുന്നുണ്ട്. അതേപോലെ ബൈറ്റ് ഫാനത്തിന് മോൻ ഇത് എങ്ങനെ അടിച്ചത്? റോഗാണ് അടിച്ച്. റോഗ് എവിടെ? NRS റോഗാണ്. റോഗ് M6 നാഫോട്ട് നൈസായിട്ട് സിംഗിൾ ടൈപ്പിൽ അവിടെ ഒരു പ്ലെയർ ഫാനത്തിന് അടിച്ച് നോക്കിയിട്ടുണ്ട്. മോൻ അവിടെ നിന്ന് പിന്നെ അടിക്കുന്നുണ്ട് നൈസായിട്ട്. അത് പക്ഷേ നമ്മുടെ റോഗ് കൂടെ നൈസായിട്ട് പോകുന്നുണ്ട്. റോഗ് പിന്നെ ഫോർത്ത് ചുമ്മാ വെറുതെ അടിക്കുന്നുണ്ട്. അത് എങ്ങോട്ടാണെന്ന് അറിയില്ല. പക്ഷേ അവർ റിഡ്ജിൻ്റെ കവറൊക്കെ എടുത്തിട്ടുണ്ട്. റിഡ്ജിൻ്റെ കവർ ടോപ്പിക് കമൻറ്റുണ്ട്. അതെ
അപ്പോൾ നമ്മുടെ പിള്ളേരുടെ നൈസ് റിഡ്ജിൻ്റെ കവറൊക്കെ എടുത്തൊക്കെയാണ്. പക്ഷേ ഈ ബൈറ്റിൻ്റെ പിള്ളേർ എന്താണ് പ്ലാൻ ചെയ്യുന്നത് അറിയില്ല. ബൈറ്റിൻ്റെ പിള്ളേർ കൂടെ നൈസായിട്ട് ഈ സോണിനകത്താണ്. പക്ഷേ റബ്ബ് എടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കവറൊക്കെ ഉണ്ട്. പക്ഷേ ഓടിപ്പം എന്തെങ്കിലും അടിക്കുന്ന ഒരു 100% ഉറപ്പാണ്. പക്ഷേ ഡെഡിൻ്റെ പിള്ളേർ അത് ADയുടെ പിള്ളേർ കുറേ നേരമായി നമ്മുടെ ബൂട്ട് ക്യാമ്പിൽ നിൽക്കേണ്ട റേസിൻ്റെ പിള്ളേർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. പിള്ളേരൊക്കെ ഒരു മെയ്. പക്ഷേ മോനെ വേപ്പിൻ്റെ പിള്ളേർ കറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ടിപ്പെക്സിൻ്റെ കാര്യമുണ്ട്. പക്ഷേ ബോസ്കോൻ്റെ അടുത്ത് നമ്മുടെ സ്വന്തം ഒരു പ്ലെയർ ഉണ്ടല്ലോ, ഉദാഹരണം നമ്മുടെ ഡ്രാക്കനാണ്. ഡ്രാക്കൻ്റെ ഗോഡ് മോനെ കട്ടയ്ക്ക് TV പിടിച്ചിരിക്കുന്നു. പിള്ളേർ കയറി മേയില്ലെന്ന് അറിയില്ല. പിള്ളേർ അവിടുത്തെ ഡോർ തുറന്ന പിള്ളേർ മോനെ കയറി ഒന്ന് അടിക്കുന്നു. മോനെ ബോസ്കോ എബിഡിയിൽ മൃതിച്ചില്ല. ബോസ്കോ എബിഡി പോലും മൃതിച്ചില്ല. അത് മോനെ M4 എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട്. ബോസ്കോ എബിഡിക്കുള്ള സപ്പോർട്ട് ഒന്നുമില്ല. പക്ഷേ ഡ്രാക്കൻ തൊട്ടപ്പുറത്തുണ്ട്. ഡ്രാക്കൻ കറങ്ങി വരുമില്ല. ഡ്രാക്കൻ വരുന്നു. മോനെ അടുത്തടി ഡ്രാക്കൻ ആടി ഒറ്റക്കേണ്ട എന്തായാലും മോനെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. അങ്ങനെ ബോസ്കോ എബിഡിനെ തീർത്തു. എന്തായാലും നോക്കിയിട്ടല്ല ഒരു കില്ല് എനിക്ക് വേണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ ടിപ്പെക്സിനുള്ള ആ വെടി വെച്ചൊക്കെ ഇട്ടുണ്ട് അങ്ങോട്ട് വരുന്നത്. ടിപ്പിൻ്റെ ഉള്ളവർ എന്തായാലും കയറി ബോസ്കോനെ കയറി അടിക്കാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. പക്ഷേ റേസിനുള്ളവർ അതേ ഡ്രോപ്പൊക്കെ എടുക്കുന്നുണ്ട്. നാവിയുടെ പിള്ളേർ മോനെ വേപ്പിൻ്റെ പിള്ളേർ ഓടിച്ചാടി നടക്കുകയാണ്. ഫുൾ ഓട്ടാണ്. കാരണം വേറെ ഒന്നുമില്ല, പിള്ളേർ ഞാൻ ചാടിച്ചാടി നടക്കുന്നുണ്ട്. B50 ഒരുത്തനെ ഉള്ളു. അല്ലേ ഡീമോൺ സീനില്ല. അതെ B50 പുള്ളി ഓസിരിസ് സബിലെ പ്ലെയറാണ്. അങ്ങനെ ഓസിരിസ് സബിലെ ഡീമോൺ മാത്രമേ ഉള്ളൂ. B50 എനിക്കറിയില്ല വലിയ ടീമാണോ കത്തിയിടും. ഓക്കെ ഗൈസ്, അവിടെ ബോസ്കോൻ്റെ റോഡിയുണ്ട്. ബോസ്കോൻ്റെ പിള്ളേർ റോഡിയുണ്ട്. പക്ഷേ പിള്ളേർ ടിപ്പെക്സ് ഹൈപ്പർ അത് നൈസ് റൂസിയൊക്കെ ഇട്ടുകൊണ്ട് ചാടി നടക്കുന്നുണ്ട്. ടിപ്പിൻ്റെ ഉള്ള ഏരിയ മൊത്തം വളഞ്ഞിട്ടുണ്ട്. ബോസ്കോൻ്റെ പിള്ളേർ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയാം. അത് ബോസ്കോ സ്റ്റോം അത് ചാടി AK എടുത്ത് അങ്ങോട്ട് ചാടി കളിക്കുന്നുണ്ട്. പക്ഷേ ടിപ്പിൻ്റെ ഉള്ള ചുറ്റും വളഞ്ഞിട്ടുള്ള കാര്യം നമ്മുടെ ബോസ്കോന് അറിയുമെന്ന് അറിയില്ല. പിള്ളേർ അത് കീറി അടിക്കും. മോനെ ബോസ്കോൻ്റെ പിള്ളേർ. പക്ഷേ അടുത്തടി NRSൻ്റെ പിള്ളേരാണ്. NRSൻ്റെ പണി കൊടുക്കുന്നുണ്ട് നൈസ്. NRSൻ്റെ ഒരു പ്ലെയർ വേണ്ടിയിരിക്കുന്നു. മോനെ ഒരു പ്ലെയർ അവിടെ സ്മോക്ക് വാരി വരുന്നുണ്ട്. പക്ഷേ ബൈറ്റിൻ്റെ പിള്ളേരുണ്ട്. ബൈറ്റ് സ്പെക്ടർ ചന്നമിനെ അടിക്കുന്നുണ്ട്. നൈസ് റൈത്തിനൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ ഡെവിൾ വേണ്ടിയിട്ടുണ്ട്. ഡെവിൾ മോനെ NRS നേരത്തെ കയറി ചൊറിഞ്ഞാണ്. ബൈറ്റിന് പിള്ളേർ എന്നാൽ ശരി നമുക്ക് സെറ്റാക്കാന്ന് പറഞ്ഞത് അടിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്താരാണ് ബൈറ്റിൻ്റെ പിള്ളേരുണ്ട്. ഞാൻ പക്ഷേ ഇവിടെ ക്രിമിനൽ വീണ്ടുണ്ട്. ക്രിമിനൽ റബ്ബ് എടുക്കാൻ പോകുന്നു. തൊട്ടപ്പുറത്ത് ഫറോടെ മമ്മിയാക്കാനുള്ള ശ്രമമാണെന്ന് അറിയില്ല. ക്രിമിനലുണ്ട്. ക്രിമിനൽ വീണിരിക്കുന്നു. ഫാൻറ്റം അത് എല്ലാവരും കട്ടയ്ക്ക് മെഡടിച്ചുകൊണ്ടിരിക്കണം. അവിടെ പക്ഷേ NRSന് ഒരു നെയ്ഡ് ഇട്ട് കൊടുക്കുക. അതൊരു മോളിയാണ് കൊടുക്കുന്നത്. മോളി മോനെ ബാർബിക്കാക്കാനുള്ള ശ്രമമാണ്. ഒരു മോളിയൊക്കെ ഉണ്ട്. മോളിയിൽ പക്ഷേ മോനെ നിന്ന് കത്തുന്നു. നമ്മുടെ സ്വന്തം ഡേവിളാണ്. ഡേവിൾ നന്നായിട്ട് നിന്ന് കത്തുന്നുണ്ട്. പക്ഷേ നെയ്ഡുകളും വരുന്നുണ്ട്. നെയ്ഡിൽ പൊളി. പക്ഷേ അങ്ങനെ നമ്മുടെ NRS ഡേവിളിൻ്റെ നല്ല രീതിയിൽ ഹെൽത്ത് വേണ്ടി പിള്ളേർ കയറി പുഷ് ചെയ്യില്ലെന്ന് അറിയില്ല. അതെ അവിടെ ഡേവിളിനെ ബാർബിക്കാക്കുന്ന ഒരു കാഴ്ച ഫുൾ ക്യാമ്പേഴ്സ് ആണല്ലോ. OSIRIS ക്യാമ്പേഴ്സ് അല്ല സർവൈവേഴ്സാണ്. പിള്ളേർ കട്ടയ്ക്ക് നിന്ന് കളിക്കുകയാണ് OSIRIS അവിടെ. അപ്പോൾ ഗൈസ് OSIRIS അവിടെ നൈസായിട്ട് ചെറിയ നമ്മുടെ നാവിയുടെ പിള്ളേർ ചെറുതായിട്ട് ഒന്ന് കോർക്കാൻ പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഫൈറ്റ് എടുക്കില്ല. നമുക്ക് അങ്ങോട്ട് പോകാൻ മതി. നാവിയുടെ പണി കൊടുത്തിട്ടുണ്ട്. നമുക്ക് താഴേക്ക് പോകാൻ നാവിയുടെ എടുത്ത് പോകാൻ. നാവിയുടെ പിള്ളേർ കട്ടയ്ക്ക് മോനെ പോരിച്ച് കൂട്ടുകാരുടെ B50 ടീം വേണ്ടിയിരുന്നു. അവിടെ നാവിയുടെ പിള്ളേർ ക്രിപ്റ്റോൺ എന്ത് സൂപ്പർമാനെ തീർക്കില്ലെന്ന് കണ്ടറിയാൻ മതി. നാവിയുടെ പക്ഷേ ഒരു പ്ലെയർ മാത്രമുള്ളത്. പക്ഷേ നേവി നമ്മുടെ സ്വന്തം OSIRISൻ്റെ പ്ലെയേഴ്സാണ്. OSIRIS കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. OSIRIS നാഡ് ഹോക്കോട്ട് റവ് എടുക്കാൻ വരുവാണ്. അത് ക്രിപ്റ്റോൺ കയറി അടിക്കില്ല. ക്രിപ്റ്റോൺ കറങ്ങി പോകുന്നുണ്ട്. ക്രിപ്റ്റോണിനെ ഫ്രീ ഫയർ എന്നിട്ട് കയറുന്നു. ക്രിപ്റ്റോൺ മോനെ അടിച്ചിട്ടിരിക്കുന്നു. ഒരാൾ വീണ്ടിരിക്കുന്നു. തൊട്ടപ്പുറത്ത് നമ്മുടെ B50 ടീമുള്ള OSIRIS ഹൃദയാണ്. ഹൃദയ എന്ത് ചെയ്യുന്നത് കണ്ടറിയാം. ഹൃദി കറങ്ങി വരുമ്പോൾ മോനെ ഹൃദിക്ക് അത് ഫ്രീ ഫയർ കൊണ്ട് വരുന്നു. മോനെ പൊളി ക്രിപ്റ്റോൺ പണിപ്പാളി. മോനെ സ്വന്തം ടീം പ്ലെയർ നോക്കിയ പ്ലെയറിനെ കയറി നമ്മുടെ നാവിയുടെ പിള്ളേർ നൈസായിട്ട് രണ്ടുപേരുടെ ഇടയിൽ കയറി അടിച്ചു. പക്ഷേ OSIRIS സബിൻ്റെ നല്ലൊരു ദുരന്തം കളിയിപ്പോയി. OSIRIS ഒന്നും ചെയ്യേണ്ടായിരുന്നില്ല. പക്ഷേ നമ്മുടെ സോൺ ടൈം എടുക്കുന്നത് മോനെ ഡെഡിൻ്റെ പിള്ളേർ ചെറിയ ടൈം വീഴുന്നൊരു കാഴ്ചയാണ്. ഡെഡിൻ്റെ പിള്ളേർ ഓരോരുത്തരെ വീഴുന്നുണ്ട്. നമ്മുടെ റേസിൻ്റെ പിള്ളേരാണ്. റേസിൻ്റെ പിള്ളേർ കയറി മേയുന്നൊരു കാഴ്ചയാണ്. ഓക്കെ ഇവിടെ രണ്ട് പിള്ളേർ നമ്മുടെ റേസിൽ 2 പേര് വേണ്ടി. പക്ഷേ ഡീസിങ് വരുന്നുണ്ട്. ഡീസിങ് വന്ന് അടിക്കുന്നു. ഡീസിങ് വന്ന് ചന്നമീനെ അടിക്കുന്നുണ്ട്. പക്ഷേ നൈസായിട്ട് തിരിച്ചടിക്കുന്ന നമ്മുടെ സോനു ജോസ് വീണ്ടുണ്ട്. മോനെ 3 പ്ലെയർ കാശ് ദേഷ്യം. പക്ഷേ കാൽമയ്ക്ക് വെട്ടിക്കാൻ അറിയാം. മോനെ അടുത്തടി മോനെ കിടന്നടിക്കാൻ ശ്രമമാണ് പിള്ളേർ. റേസിനുള്ളവർ അങ്ങനെ ഡെഡിനുള്ളവർ മൊത്തത്തിൽ വൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബൈറ്റിനുള്ളവർ മൊത്തം NRS മൊത്തം ബൈറ്റിന് വൈപ്പ് ചെയ്താ. ഓക്കെ ഗൈസ്. ഓക്കെ പ്ലെയേഴ്സ് ആണെങ്കിൽ നമ്മുടെ BBയുടെ പ്ലെയേഴ്സ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. BB ലൂസിഫർ ഉണ്ട്. പക്ഷേ BBയുടെ ലൂപ്പെക്സ് സോണിൽ കയറിയിട്ടുണ്ട്. BBയുടെ ലൂപ്പെക്സ് ചാടി പോകുമ്പോൾ CNൻ്റെ പിള്ളേർ അപ്പുറത്തുണ്ട്. ഓക്കെ ടിപ്പെക്സ് ഹൈപ്പറിന് അവിടെ അടി വേണ്ടിയിട്ടുണ്ട്. ടിപ്പെക്സ് ഹൈപ്പർ ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. പോയിട്ട് ബോസ്കോൻ്റെ പിള്ളേരുണ്ട്. ബോസ്കോൻ്റെ കയറി മെയ്യുന്നൊരു കാഴ്ചയാണ്. മോനെ തിരിച്ചടി നമ്മുടെ മായാവിയോപ്പിൻ ചാടി മായാവിയോപ്പിനെ മടിച്ച് പെട്ടേക്കുണ്ട്. സോ ഗൈസ് അങ്ങനെ ടിപ്പിൻ്റെ പിള്ളേർ മൊത്തം വൈപ്പ് ചെയ്യും. എല്ലാവരും ഇങ്ങനെ ക്യൂ നിന്ന് വൈപ്പ് ആവുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മുടെ PX ലൂസിഫർ നമ്മുടെ പ്രൈമെക്സിൽ ലൂസിഫർ ഒറ്റയ്ക്കാണ്. അത് ഡെഡിൻ്റെ റേസിനുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു നേടൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അത് നേടുന്ന പിടിച്ചോ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ആ നെയ്ഡിൽ ഒന്നുണ്ടായില്ല. ഇച്ചിരി ഡാമേജ് ആവുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ ലൂസിഫറിനൊരു പണി വരുന്നത്. ലൂസിഫർ തന്നെ ഇത് ക്രാറ്റോസിനെ അടിച്ച് നല്ല രീതി നോക്കാകുന്നുണ്ട്. ക്രാറ്റോസ് പോലും പ്രതീക്ഷിച്ചില്ല എവിടെ നിന്ന് ആ ബുള്ളറ്റ് വന്നിരുന്നു. പക്ഷേ ക്രാറ്റോസ് ഓടിക്കുന്ന ഒരു കാഴ്ച. BB ലൂസിഫർ അങ്ങനെ തോന്നിയുന്നുണ്ട്. BB ലൂസിഫറിന് എന്തോ അറിയില്ല. മച്ചാന് പണി പള്ളി എന്നറിയില്ല.
അത് ഫുൾ ക്യാമ്പേഴ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പ്രൈമാക്സിൻ്റെ അതേ സപ്പോർട്ട് വന്നിട്ടുണ്ട് സൈഡിലൂടെ. പക്ഷേ നമ്മുടെ റേസിൻ്റെ പിള്ളേർക്ക് അറിയില്ല സൈഡിലൂടെ നമ്മുടെ പിള്ളേർ കയറി വരുന്ന കാര്യം. പക്ഷേ റേസിൻ്റെ പിള്ളേർ മോനെ മുകളിലൂടെയൊക്കെ കയറി വരാൻ ചാൻസ്. ബൂഗി സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. ബൂഗി നൈസായിട്ട് ഒരു ഫ്ലാങ്ക് ഒക്കെ അടിക്കുന്നുണ്ട്. ഡി സിംഗ് അത് നൈസായിട്ട് ഒരു ലെഫ്റ്റ് ഫ്ലാങ്ക് അടിക്കുന്നു. പക്ഷേ ഡി സിംഗ് പോകുന്നത് പ്രൈമാക്സിൻ്റെ വയലേക്കാണ്. മോനെ അവിടെ നിന്ന് അടിക്കുന്നുണ്ട്. ഡി സിംഗ് അത് മോനെ ഗ്രോസ് ഒക്കെ ആയിട്ട് കൈ പിടിച്ച് കയറി പുഷ് നടത്തുന്നുണ്ട്. പക്ഷേ റൈറ്റ് കൂടെ നമ്മുടെ പിള്ളേർ കയറി വരുന്നുണ്ട്. പിള്ളേർ കയറി അടിക്കുന്നില്ല. PX കാർണേജ് ആണ്. കാർണേജ് കയറി വരുന്നുണ്ട്. പക്ഷേ കാർണേജ് നമ്മുടെ സപ്പോർട്ട് കൊടുക്കുന്നില്ല. അവിടെ നമ്മുടെ ലൂസി ഒറ്റയ്ക്ക് അടിക്കുന്ന ഒരു കയറി വരുന്ന ഡി സിങ്ങിന് അപ്പം തന്നെ മോനെ ഗേത്തിന് അടിക്കുന്നു. ആക്കില്ല അപ്പം തന്നെ കൺഫേം ചെയ്ത് വിടുന്നുണ്ട്. അങ്ങനെ ഡി സിങ്ങിൻ്റെ കാര്യം പക്ഷേ M24 നമ്മുടെ പിള്ളേർ കയറി വരുന്നു. അതേ ഒരു സൈഡിൽ രണ്ട് പിള്ളേർ രണ്ട് സൈഡ് കയറി വരുന്നു. ക്രാറ്റോസിന് M24 പിള്ളേർ കയറി വരുന്നു. PX കാർണേജ് മോനെ അടുത്ത് നോക്കിയിട്ടിരുന്നു. കാർണേജ് പക്ഷേ റേസിനാകെ രണ്ടുപേരും ക്രാറ്റോസ് മോനെ ചാടി M24 അടിക്കുന്ന ഒരു കാഴ്ചയാണ്. M24 അങ്ങനെ കാർണേജിൻ്റെ കാര്യം തീരുമാനമുണ്ട്. ഇനി അവർ ആരെക്കളും ചോദിച്ചാൽ അടിച്ചനാകെ പിള്ളേർ എന്തെങ്കിലും കൺഫേം ചെയ്തിരുന്നു. ഇനി നമ്മുടെ റേസിനുള്ള പ്ലേയേഴ്സ് അല്ല. PXൻ്റെ ഇനി ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കാർണേജ്, ലൂസിഫർ, തോറാണ്. തോർ എവിടെയെന്ന് അറിയില്ല. തോർ സോണിലാണ്. നെറ്റ് പോയി കിടക്കുകയാണെന്ന് തോന്നുന്നത്. അത് നെറ്റ് പോയി കിടക്കുകയാണ്. തോറ് പെട്ട് കിടക്കുകയാണ്. തോറിന് ഒന്നും ചെയ്യാനില്ല. അങ്ങനെ NRSൻ്റെ പ്ലേയേഴ്സ് എന്നറിയില്ല. സോണി വീണിട്ടുണ്ടോ അറിയില്ല. അത് ഒരു വണ്ടി എടുത്ത് പോകുന്നൊരു കാഴ്ചയാണ് എല്ലാവരും കാണുന്നത്. NRSൻ്റെ പിള്ളേർ സോണിൽ നിന്ന് കയറി വരുന്നുണ്ട്. എല്ലാവരും ZRൻ്റെ പ്ലെയർ ഇതുവരെയായിട്ടും ഒരു ഫൈറ്റ് പോലും എടുക്കുക നമ്മുടെ ഹീറോ റെസ്പെക്ട് പ്ലേയേഴ്സാണ്. മച്ചാമരെ ഇങ്ങനെ കട്ടയ്ക്ക് കയറി വരുന്ന ഒരു കാഴ്ച നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. അത് കാഴ്ചകളാണ് മൊത്തം. പക്ഷേ നമ്മുടെ ക്രാറ്റോസ് PX ലൂസിഫറിനെ അടിച്ച് നോക്ക് അപ്പോൾ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്രാറ്റോസിൻ്റെ ആളനുസരിക്കാണ് ആരാണ് ഇനി വരാനുള്ളത് PXൻ്റെ. പക്ഷേ പിള്ളേരുടെ ചുറ്റും കാണുന്നുണ്ട്. പക്ഷേ സോണിൻ്റെ അഡ്വാൻറ്റേജ് സീറോ റെസ്പെക്റ്റിൻ്റെ പിള്ളേർക്കാണ്. പക്ഷേ വെയ്പ്പിനുള്ള സൈഡിലൂടെ വരുന്നത് നാവിയുടെ പിള്ളേർ ഒരു കിടക്കാച്ച് ഫൈറ്റ് ഒക്കെ എടുത്ത് തൊട്ടപ്പുറം നമ്മുടെ സ്പൈയുടെ പിള്ളേരും ZNൻ്റെ പിള്ളേരും തമ്മിൽ ചെറിയൊരു അടിനോചാൻസ്. ZNൻ്റെ പിള്ളേർ കട്ടയ്ക്ക് മൊട്ടഭാവം പിള്ളേരും മോനെ കട്ടയ്ക്ക് ഡീപ്പ് എടുക്കുന്ന ഒരു കാഴ്ച മുൻസാണ് പിള്ളേർ അവിടെ ഓടി പോകുന്നത്. മോനെ കയറി അടിക്കാൻ പറ്റിയൊരു സമയമാണ്. CNൻ്റെ പിള്ളേർ കയറി അടിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. മച്ചമാർ മോനോ ഇതെന്താ ഈ അയൺ സൈറ്റില്ലാതെ ചുമ്മാ ഹിപ്പ് ഫയർ ഇട്ട് അടിക്കുന്നുണ്ട്. മോനെ സ്പൈര പിള്ളേർ കരണം പിള്ളേർ മോനെ കയറി അടിക്കാൻ വേണ്ടി ചാടി പോകുന്നുണ്ട്. പക്ഷേ സോണിൻ്റെ പ്രശ്നം കാരണമാണെന്ന് പറഞ്ഞാൽ പിള്ളേർ കയറുന്നില്ല. അതേ CNൻ്റെ മുനീസും പിള്ളേർ അത് പിന്നിൽ കയറി അടിക്കില്ല എന്നറിയില്ല. നിങ്ങൾ സോണിക്ക് അപ്പം തീർക്കാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്പൈഡർ പിള്ളേർ പോകുന്നത്. സ്പൈഡർ പിള്ളേർ നൈസായിട്ട് സോണിലേക്ക് ഓടി കയറുമായിരിക്കും മിക്കവാറും. മതി നമ്മുടെ സ്പൈഡർ ഒരു സൈഡിൽ നോക്കുന്നുണ്ട്. അത് ആരെങ്കിലും കയറി അടിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് പിള്ളേർക്ക് നൈസായിട്ട് വലിഞ്ഞു. സോൺ അങ്ങ് ദൂരെ സോണിലേക്ക് കയറി പറ്റിയ സീറോ റെസ്പെക്റ്റിനുള്ള വരുന്നുണ്ട്. അപ്പോൾ NRSനുള്ള കയറിപ്പോൾ നമ്മുടെ ബോസ്കോ ബ്ലേസിൻ്റെ അടുത്ത് ബോസ്കോ ബ്ലേസ് ഒറ്റയ്ക്ക് പാമ്പടി എടുക്കുന്നുണ്ട്. NRSൻ്റെ പിള്ളേർ കയറി വന്നു. NRS പിള്ളേർ വായിലേക്ക് അതോ നമ്മുടെ ഒരു പാമ്പ് കിടക്കുന്നു. ഇതേ പാമ്പ് എടുക്കുന്ന ആരും കാണുന്നില്ല. എന്തുകൊണ്ടാണ് അതിൽ പാമ്പ് അടിക്കുന്നത്? ഒരു പാമ്പ് പിന്നിൽ നടിക്കുന്നു. പക്ഷേ നമ്മുടെ NRS റോഗ് വരുന്നു. NRS റോഗ് മോനെ പൊളി. NRS റോഗ് അവിടെ ഒരു പാമ്പ് എടുക്കണ്ടായിരുന്നു. NRS റോഗ് ബോസ്കോ പോലും പ്രതീക്ഷിച്ചില്ല. NRSൽ പിള്ളേർ കയറി അടിച്ച് മേഞ്ഞർ. പക്ഷെ അങ്ങനെ ലോങ് റേഞ്ച് നമ്മുടെ ബോബ്സ് ഇട്ട് ചുമ്മാ വെറുതെ ഒരു ഫയർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റോം അവിടെ ചുമ്മാ ഇട്ട് ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യുന്നൊരു കാഴ്ച. അതൊരു നൈസ് പാമ്പ് പറഞ്ഞു. നമ്മുടെ NRSന് പിള്ളേർ പോലും കണ്ടില്ല അവിടെ ഒരു പാമ്പ് എടുക്കുന്ന കാര്യം. പക്ഷേ നമ്മുടെ ഇനി അന്നോഡോമിനും റേസിനുള്ള ചെറുതായിട്ട് ഒരസേണ്ടതാണ്. അതുപോലെ തന്നെ സീറോ റെസ്പെക്റ്റും സ്പൈര പിള്ളേരും അതുപോലെ തന്നെ CNൻ്റെ പിള്ളേരും എല്ലാവരും വന്നൊരു കൂട്ടപ്പറിച്ചില്ല. ഇനിയും 9 ടീമുണ്ട്. 9 ടീം 22 പേരും ഇനിയുമുണ്ട്. അതേ OSIRISൻ്റെ പ്ലെയേഴ്സ് മൊത്തം തീർന്നു. അത് റേസിൻ്റെ ക്രാറ്റോസ് വീടുന്ന കാഴ്ച നമ്മുടെ അന്നോഡോമിൻ്റെ പിള്ളേർ സാത്താനാണ് അവിടെ ക്രാറ്റോസിന് അടിച്ച് നോക്കിയിട്ട്. പക്ഷേ നമ്മുടെ മാറ്റ് ബോട്ട് ഓരോരുത്തരെയും നോക്കിടുന്നൊരു കാഴ്ചയാണ്. അതേ ഒരു പ്ലെയർ ഉണ്ട്, 2 പ്ലെയർ. അത് മോനെ AD ബ്ലാക്കിനിട്ട് ആരോ ചാകുന്നുണ്ട്. AD ബ്ലാക്കിൻ്റെ കില്ല്. അങ്ങനെ AD ബ്ലാക്കിന് നമ്മുടെ ആരുടെ റേസ് ബൂഗി മോനെ നൈസായിട്ട് അങ്ങനെ അടിക്കുന്നു. പക്ഷേ അങ്ങ് സൈഡ് ദൂരെ നമ്മുടെ നാവി സ്റ്റാർ നൈസായിട്ട് റേസിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. മക്കളെ ഞാനും കൂടി ഉണ്ട്. പക്ഷേ റേസ് ബൂഗി ഒറ്റയ്ക്ക് ചാടി ഓടി വരുന്നുണ്ട്. റേസ് ബൂഗി അത് കട്ടയ്ക്ക് സപ്പോർട്ടുമായിട്ട് മോനെ ചുറ്റും നോക്കി സ്കൗട്ടായിട്ട് ഓടിച്ചാടി നടന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വേറെ സെറോപ്പി കമൻട്രി. ഓക്കെ, OSIRISൻ്റെ പ്ലെയേഴ്സ് തീർന്നു തോന്നുന്നുണ്ട് നേരത്തെ. സോ ഗൈസ് ഇനി റിമൈനിങ് ടീമുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഇനിയുള്ള നമ്മുടെ സീറോ റെസ്പെക്ട് സ്ക്വാഡ് നമ്മുടെ റേസിൻ്റെ പിള്ളേരുണ്ട്, CNൻ്റെ പിള്ളേരുണ്ട്, വേപ്പ് ഉണ്ട്, നാവി ഉണ്ട്, ടീം NRS ഉണ്ട്, അതുപോലെ തന്നെ ബോസ്കോ ഉണ്ട്, സ്പൈ ഉണ്ട്. സോ ഗൈസ് ഇനി വെറും 8 ടീമുകൾ മാത്രമാണ്. 8 ടീമുകളും 25 പേരും ചെറിയൊരു സോണിനകത്ത് ഇനി ഒരു ഫൈറ്റ് ആർക്കാണ്. നമ്മുടെ NRSൻ്റെ ഉള്ള നൈസായിട്ട് വേപ്പിൻ്റെ അടുത്തുണ്ട്. വേപ്പിനുള്ളവർ കയറി മെയ്യോ ഇല്ലെന്ന് അറിയില്ല. പക്ഷേ ബൂയി ഓടിപ്പോകുന്നത് നമ്മുടെ നാവിയുടെ വായിലേക്കാണ്. നാവിയുടെ പിള്ളേരും ബോസ്കോയുടെ പിള്ളേർ ഒരു സൈഡിൽ, നാവിയുടെ പിള്ളേർ മറു സൈഡിലുമുണ്ട്. നാവിയുടെ പിള്ളേർ അവിടെ കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. നാവിയുടെ പിള്ളേരുടെ അടുത്തേക്ക് പോകില്ലെന്ന് അറിയില്ല. പക്ഷേ CN പ്രഫുൽ ഓക്കെ സ്പൈഡർ നമ്മുടെ ഈ CNൻ്റെ പിള്ളേർ കട്ടയ്ക്ക് സ്പോട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. മച്ചനോട് സ്കൗട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആരെങ്കിലും ഉണ്ട് സോണിൽ. പക്ഷേ നമ്മുടെ CNൻ്റെ ഒരു മൊട്ടബാബും പിള്ളേരും അത് സോണിലേക്ക് ഓടിക്കയറുന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ മച്ചന്മാർ കയറുന്നത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ സൈഡിൽ നമ്മുടെ പ്രഫുലുണ്ട്, പ്രഫുൽ കയറി അടിക്കുന്ന അറിയും. പക്ഷേ മുമ്പിൽ എവിടെയോ ഒരു വെടിവെച്ച് കേൾക്കുന്നുണ്ട്. ആർക്കിട്ടാണെന്നറിയാം. നമ്മുടെ ഏഞ്ചൽ ആരെയോ കണ്ടിട്ടുണ്ട്. ഏഞ്ചൽ ആരെയോ കണ്ടിട്ടുണ്ട്. പക്ഷേ സോണിന് പുറത്താണ് ഏഞ്ചൽ. 42 സെക്കൻഡ് മാത്രമാണ്. സോൺ ചെറുതായിരിക്കും. മോൻ അടിപ്പാളി പണിപ്പാളിരിക്കുന്ന റേസിൻ്റെ NRSനുള്ള ഒരു വായിലേക്ക് കയറി പോകുന്നത് നമ്മുടെ വേപ്പിനുള്ളവരാണ്. വേപ്പിനുള്ളവർ കയറി അടിക്കുന്ന ഒരു കാഴ്ച. വേപ്പിൻ്റെ ഇനി ആരൊക്കെ ഉണ്ട്? ഓക്കെ ഗൈസ്, വേപ്പിൻ്റെ പിള്ളേർ മൊത്തം തീരൊന്നും അറിയില്ല. വേപ്പിന് ഒരു പ്ലെയർ ഉണ്ട്. എവിടെയൊക്കെ ഉണ്ട്? അത് നമ്മുടെ വേപ്പ് മാട്രിക്സ് ആണ്. മാട്രിക്സ് കയറി വന്നിരിക്കുന്നു. കമന്ന് കിടന്നടിക്കുന്നു. സോ ഗൈസ് NRSനുള്ള നൈസായിട്ട് നമ്മുടെ നാർക്കിനുള്ള വേപ്പിനുള്ളവർ തീർന്ന ഒരു കാഴ്ചയാണ്. പക്ഷേ NRS
റോഗ് അത് കട്ടയ്ക്ക് നിന്ന് കത്തുന്ന ഒരു കാഴ്ചയാണ്. അത് NRS റോഗ് അവിടെ നിന്ന് കത്തുന്നുണ്ട്. പക്ഷേ സീറോ റെസ്പെക്ട് പ്ലെയർ വരുന്നുണ്ട്. റോഗ് അവിടെ നിന്ന് കത്തി, പക്ഷേ മെഡൊക്കെ അടിച്ച് ഫുൾ സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. പക്ഷേ താഴെ നമ്മുടെ സിയൻ്റെ മൊട്ടബാബ് ഒരു സൈഡിലാണ് നമ്മുടെ സീറോ റെസ്പെക്ട് പ്ലെയർ കയറി വരുന്നുണ്ട്. മച്ചവർ കയറി, പക്ഷേ ബോസ്കോൻ്റെ പിള്ളേർ അടിക്കുന്നുണ്ട്. ആരോ ബോസ്കോ നോക്കിയ ഗൈസ്, ബോസ്കോ പോപ്സി പിള്ളേർ നമ്മുടെ റേസിനുള്ളവരും കട്ടയ്ക്ക് ഇവിടെ നല്ലൊരു അടി അടിക്കുന്നുണ്ട്. ബോസ്കോ പോപ്സിക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന അറിയില്ല. പക്ഷേ അവിടെ നിന്ന് നേടുകളൊക്കെ വരുന്നുണ്ട്. വെയ്പ്പ് ഉണ്ടല്ലോ പൊളിക്ക്, വെയ്പ്പ് പക്ഷെ തീർന്നു ബ്രോ. ഡാർക്ക് കഴിഞ്ഞു. നാവി പിള്ളേർ അവിടെ സപ്പോർട്ട് ഓർ നാവി ടീം സപ്പോർട്ട് പ്ലീസ് ഓൺ ഇൻ ഗെയിംസ് ബ്രോ. ഗെയിം സൗണ്ട് സംഭവം വെച്ചാൽ ആൻഡ്രോയിഡിൻ്റെ ഒരു വിഷയമാണ് ഗൈസ്. അവിടെ നിന്ന് പോരിഞ്ഞടി നമ്മുടെ നാവി പിള്ളേർ റേസിൽ പിള്ളേർ നല്ല ജമ്പ് വന്നിട്ട് നാവി ഗൈസ് അവിടെ നല്ലൊരു ഇടിയാണ്. പക്ഷേ അവിടെ നിന്ന് പ്ലേയേഴ്സ് ഓരോരുത്തരെ വീടുന്ന ഒരു കാഴ്ച. നാവി പിള്ളേർക്ക് നല്ല രീതിയിൽ അടി ഇടുന്നുണ്ട്. ഒരു സൈഡിൽ പോപ്പ് സിമ്പിൾ അടിക്കുമ്പോൾ മറു സൈഡിൽ നമ്മുടെ ബാഡ് ബോട്ട് വരുന്നുണ്ട്. ബാഡ് റോബോട്ട് ഓടി വരുന്നുണ്ട്. ബാഡ് റോബോട്ട് അവിടെ നമ്മുടെ ഓട്ടോ ബോസ്കോസ് പോപ്സിനെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ അവിടെ ഒരു ലോങ് റേഞ്ച് അടി ഇറക്കുന്നുണ്ട്. ആരാണെന്ന് അറിയില്ല. സീറോസ്പിൻ്റെ പിള്ളേരല്ല, വേറെ ആരാണ് അടിക്കുന്നത്. നാവി പിള്ളേരല്ല. നാവി പിള്ളേർ മോനെ റേസ് ക്രാറ്റോസിന് അടിക്കുന്നത്. റേസിൻ്റെ കാരണം മോനെ നാവി പിള്ളേരൊക്കെ ഇല്ല. ആരൊക്കെയോ നാവി പിള്ളേർ സ്പൈർ പിള്ളേരാണ്. സ്പൈർ പിള്ളേർ കയറി വരുന്നത്. പക്ഷേ ഇത് എവിടെ അടി എടുക്കണം. സ്പൈർ പിള്ളേർ നമ്മുടെ സീറോസ് പിള്ളേർ കയറി അടിക്കുന്ന ഒരു കാഴ്ചയാണ്. മോനെ പ്രഫുൽ വീണു. പ്രഫുൽ ലോങ് റേഞ്ച്, പക്ഷേ നമ്മുടെ സ്പൈർ ചെയ്തിട്ടുണ്ട്. സ്പൈർ ചെയ്ത് വരുമ്പോൾ അവിടെ ലോങ് റേഞ്ച് ആരൊക്കെ ഇട്ട് അടിക്കുന്നുണ്ട്. നമ്മുടെ സ്പൈർ പിള്ളേരാണ് മുകളിൽ ലോങ് റേഞ്ച്. പക്ഷേ ഇപ്പോൾ ചുറ്റും ഒരു അടി നടക്കുന്ന ഒരു സിഎൻ്റെ പിള്ളേർ അടിക്കുന്നു. സിഎൻ്റെ പിള്ളേർ സ്പൈർ മാഡിന് അടിക്കുന്നുണ്ട്. മാഡ് എടുക്കില്ല. അപ്പോൾ തന്നെ നമ്മുടെ ഫെല്ലോ ഓടി വരുന്നുണ്ട്. ഫെല്ലോ സോണിലൂടെ സോൺ ഡാമേജ് ഒക്കെ നല്ല രീതിയിൽ ഹെവി അടിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഹെവി അടിക്കുന്ന ഒരു കാഴ്ച. പക്ഷേ നമ്മുടെ NRSൻ്റെ പിള്ളേർ അത് ഇസ്രാറിൻ്റെ പിള്ളേർ അത് സോണിൽ വീഴുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഇസ്രാറിൻ്റെ പിള്ളേർ നൈസായിട്ട് എല്ലാവരും സോണിൽ കൂടെ വീഴുന്നുണ്ട്. അത് ഇനി ഇസ്രാറിലാകെ ആരൊക്കെ വെച്ചാൽ നമ്മുടെ പോകാണ്. പക്ഷേ പിന്നിൽ ബോസ്കോ ഒറ്റ കിട്ടി അടിക്കുന്നുണ്ട്. ആർക്ക് കിട്ടി അടിക്കുന്നുണ്ട്. വെയ്പ്പ് തീർന്നു വെച്ചിരിക്കുന്നത്. വെയ്പ്പ് തീർന്നു ബ്രോ. വെയ്പ്പിൻ്റെ പ്ലെയർ അങ്ങനെ തീർന്നു. സിഎൻ്റെ പ്ലെയർ അവിടെ ഇടുന്നുണ്ട്. പക്ഷേ ഇവിടെ പോക ഒറ്റയ്ക്ക് ഇരുന്ന് സ്മോക്ക് വാരി അടിക്കാൻ. സിഎൻ്റെ പ്ലെയർ നമ്മുടെ സ്പൈർ പ്ലെയർ അടിക്കുന്നത്. പക്ഷേ അങ്ങ് ലോങ് റേഞ്ച് നല്ല രീതിയിൽ അടി വരുന്നുണ്ട്. ചുറ്റും സ്മോക്കിലൊക്കെ വാരി വരുന്നുണ്ട്. പക്ഷേ മുമ്പിൽ സ്പൈഡ് പിള്ളേരുണ്ട്. സ്പൈരോയിത് അവിടെ ഉണ്ട്. സ്പൈരോയിത് നമ്മുടെ പോക കണ്ടിട്ടില്ല എന്ന് തോന്നുന്നത്. അത് പോക്ക് കാണാൻ പറ്റി നല്ലൊരു കിടക്കൻ ആംഗിളിൽ പിള്ളേർ എടുക്കുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ സിഎൻ്റെ ആരാണ് മുനീസ് വീണ്ടുണ്ട്. പിള്ളേർക്ക് എന്തെങ്കിലും സോണി കയറി പറ്റി റഫൊക്കെ എടുക്കാൻ കയറുന്നുണ്ട്. ഗൈസ് ഇവിടെ നല്ലൊരു പൊരിഞ്ഞടി. സോ ഗൈസ് ഇനി 6 ടീം ആൻഡ് 13 പേര് മാത്രമാണ്. 13 പ്ലെയേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ഡിന്നർ ആര് കൊണ്ടുപോകുന്നു നോക്കിക്കട്ടെ. NRSൻ്റെ പിള്ളേർ കയറി നമ്മൾ സൈഡിൽ നമ്മുടെ ബോസ്കോ പോപ്സി ആയിട്ട് കേട്ടം നടിക്കുന്ന ഒരു കാഴ്ച. നല്ല കട്ടയ്ക്ക് പാമ്പിട്ട് കേട്ടുന്നിറങ്ങി. പക്ഷേ NRSൻ്റെ ലാസ്റ്റ് പ്ലെയർ മോനെ ചന്നം പിന്നെ പഠിക്കുന്നത്. NRSൻ്റെ പ്ലെയർ നല്ല രീതിയിൽ ലിറ്റിട്ട് നമ്മുടെ നവി പ്ലെയർ നവി സ്റ്റാർക്കിൻ പ്ലെയറാണ്. പക്ഷേ സ്പൈക്കാരൻ വീഴുന്ന ഒരു കാഴ്ച. സ്പൈ മോനെ പോക ഒറ്റയ്ക്ക് നിറങ്ങുന്ന ഒരു കാഴ്ചയാണ്. പോകയും വീഴുന്നു. പോക പ്ലേസ് ഓണിലല്ല നമ്മുടെ സിഎൻ്റെ പ്ലെയർ അടിക്കുന്നു. മറു സൈഡിൽ രണ്ട് സൈഡിൽ നിന്ന് ചന്നം പിന്നെ അടിക്കുന്ന റേസിൻ്റെ പ്ലെയർ ഉണ്ട്. സ്പോയി ഫെല്ലോ നമ്മൾ സ്പൈർ ലാസ്റ്റ് പ്ലെയർ അടിച്ചിട്ടുണ്ട്. ഫെല്ലോ ആക്കില്ല. ടീം കിൽ 5 പോയി. നമ്മുടെ ഇസ്രാറിൻ്റെ പ്ലെയർ കയറി പോകുമ്പോൾ തൊട്ടപ്പുറം നമ്മുടെ NRSൻ്റെ പ്ലെയറുണ്ട്. NRS പ്ലെയർ വായിലേക്കാണ് നമ്മുടെ ഫെല്ലോ കയറി പോകുന്നത്. ഫെല്ലോ ഇനി എന്ത് മതി. തൊട്ടപ്പുറം നമ്മുടെ സിഎൻ്റെ പിള്ളേരുണ്ട്. സിഎൻ്റെ പിള്ളേർ ഇവിടെ തൊട്ടപ്പുറത്ത് NRS റേത്തുണ്ട്. റേത്തിനെ കാണുന്നു. റേത്തിനാണ് ഫെല്ലോ ഇട്ട് അടിക്കുന്നു. ഫെല്ലോ അങ്ങനെ റേത്തിൻ്റെ പ്ലെയറൊക്കെ കില്ലുകൾ മൊത്തത്തിൽ കൺഫേം ചെയ്യുന്നത്. കില്ലുകളെല്ലാം കൺഫേം ചെയ്യുന്നത് നമ്മുടെ സീറോ റെസ്പെക്ട് ഫെല്ലോ ആണ്. കില്ലുകളെല്ലാം ഒരു കില്ലൊക്കെ അടിച്ച നോക്കുകൾ മറ്റു ടീം അടിച്ച് നോക്കുകളാക്കുമ്പോൾ തിരിച്ചെല്ലാ കില്ലും കൂടി കൺഫേം ചെയ്തു. നമ്മുടെ ഫെല്ലോൻ്റെ പിള്ളേർ പണിയാണ്. ഫെല്ലോ അങ്ങനെ കില്ലുകൾ കൺഫേം ഇവിടെ ചന്നം പിന്നെ പഠിക്കുന്നു. നമ്മുടെ നാവി ക്രിപ്റ്റൻ അവിടെ ഏഞ്ചലിനെ നോക്കാക്കിയിട്ടുണ്ട്. ഏഞ്ചലിനെ നോക്കാക്കി ഞാൻ എന്തെങ്കിലും കൺഫേം ചെയ്യാൻ നോക്കും. അതേ ഒരു തല കണ്ടിട്ട് അടിക്കാൻ നോക്കും. അത് തല കാണുമ്പോൾ അടിക്കാൻ നോക്കുന്നു. പക്ഷേ ബുള്ളറ്റ് വേസ്റ്റ് ആയി പോയി. ടൈമിംഗ് മാറിപ്പോയി. സോ ഗൈസ് ഇവിടെ ഇനി എത്ര പേര് നേവിയിൽ എത്ര പേരെന്ന് ചോദിച്ചാൽ നേവിയിൽ ഇനി സ്റ്റാർക്കിനെ കയറി പണിതിട്ടുണ്ട് ആരോ. പക്ഷേ ഇനി ഇവർ 3 ടീമുകൾ മാത്രം 5 പേര് മാത്രം 3 versus 1 അല്ല 3 versus 1 സിറ്റുവേഷനാണ്. അതേ അവിടെ സിഎൻ്റെ പിള്ളേരാണ്. സിഎൻ്റെ പിള്ളേർ ഒരു സൈഡ് നിൽക്കുമ്പോൾ ഫെല്ലോ മറു സൈഡ് നിൽക്കുന്നുണ്ട്. ഫെല്ലോ എന്ത് ചെയ്യുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സോറി ഗൈസ് നമ്മുടെ വെയ്പ്പിൻ്റെ പിള്ളേർ തീർന്നുണ്ട്. നൈസായിട്ട് വെയ്പ്പിൻ്റെ പിള്ളേർ അവിടെ ബാർബിക്യൂ ആക്കി തീർന്ന പ്രാവശ്യം AKM എടുക്കുന്നുണ്ട്. ആരെങ്കിലും വന്നാൽ കീറി പണിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവിടെ എന്തായാലും സോണിൻ്റെ ഉള്ളിലാണ്. പക്ഷേ ഫെല്ലോ ഇനി എന്ത് ചെയ്യുമെന്ന് കണ്ടറിയണം. കാരണം ഫെല്ലോന് ഒരു സൈഡിൽ നമ്മുടെ സിഎൻ്റെ പിള്ളേരും മൊട്ടബാബും പിള്ളേരും മറു സൈഡിൽ നമ്മുടെ ക്രിപ്റ്റോണും പിള്ളേരുമാണ്. അതേ പക്ഷേ സോണും വരുന്നുണ്ട്. സോൺ മോനെ കണ്ണൊക്കെ എടുത്ത് കയ്യിലെടുത്ത് ഓടുന്ന ഒരു കാഴ്ചയാണ്. അത് മുനിനിട്ട് അടിക്കുന്നുണ്ട്. നേവി ക്രിപ്റ്റൺ മുനിനിട്ട് നമ്മുടെ സിഎൻ്റെ പിള്ളേരിട്ട് അടിക്കുന്ന ഒരു കാഴ്ചയാണ്. അതേ പക്ഷേ ബുള്ളറ്റൊക്കെ കുറച്ച് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മുടെ മൊട്ടബാബും പിള്ളേർ ഇനി വരണം. മൊട്ടബാബും പിള്ളേർ ഇനി എന്ത് ചെയ്യുമെന്ന് കാണാം. ഒരു നേടിയിൽ തീരാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഒരു നേടിയെടുക്കുന്നില്ല. പക്ഷേ ഫെല്ലോ അവിടെ ഓടി വരുന്നുണ്ട്. ഫെല്ലോ നൈസായിട്ട് ഈ ഒരു അഡ്വാൻറ്റേജ് തീർക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഫെല്ലോ സീറോസ്പിൻ്റെ പിള്ളേർ. പക്ഷേ ഒരു ഫുഡ് സ്റ്റെപ്പ് കേൾക്കുന്നുണ്ട്. ഫുഡ് സ്റ്റെപ്പ് കേട്ടു അവിടെ നോക്കി ആരുമില്ല എന്ന് ഉറപ്പ് വരുന്നുണ്ട്. പക്ഷേ പിന്നിൽ നിന്ന് പിന്നെയും നമ്മുടെ സിഎൻ്റെ പിള്ളേർ വരും. അതേ ഫെല്ലോനിട്ട് നല്ല റെഡി അടിക്കുന്നുണ്ട്. ഫെല്ലോനിട്ട് നമ്മുടെ സിഎൻ്റെ പിള്ളേർ നല്ല ചാമ്പയം വന്നിട്ട്. പക്ഷേ തിരിച്ചവിടെ നിന്ന് ഫെല്ലോ അവിടെ M4 ഉണ്ട്. നല്ലൊരു ചാമ്പയം. സോൺ വരുന്നുണ്ട്. സോൺ ചെറുതായി വരുന്നുണ്ട്. പക്ഷേ വളരെ സീനാണ്. ഫെല്ലോ കയറി പോകുന്നു. നമ്മുടെ ക്രിപ്റ്റോൺ ക്രിപ്റ്റോൺ ഒരു മ്യൂസിക് ഇട്ട് അടിക്കുന്നു. നല്ല ലൂസിട്ട് മോനെ നാവിലെ പിള്ളേർ ക്ലിയർ ചെയ്ത് നമ്മുടെ ഫെല്ലോ ഒറ്റയ്ക്കാണ് എല്ലാം ചെയ്യുന്നത്. മോനെ ഫെല്ലോൻ്റെ ഒരു കിടുക്ക ചോപ്പിക്കളിയാണ് മൊത്തം കാണുന്നത്. കാരണം ഫെല്ലോ ഒറ്റയ്ക്ക് ഇരുന്ന് കുറേ ടീമുകൾ ഏകദേശം ഒരു 3 ടീമുകൾ മൊത്തം ഫെല്ലോ ഒറ്റയ്ക്കാണ് അടിച്ചു. പക്ഷേ അവിടെ ചുമ്മാ ഒരു ഫ്രീ ഫയർ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഫ്രീ ഫയർ ചെയ്ത് വെറുതെ. പക്ഷേ അവിടെ മൊട്ടബാബു വന്ന് ചാടി രക്ഷപ്പെടുത്തുന്നു. സോ ഗൈസ് അതേ നമ്മുടെ മുന്നീസിനാണ് നമ്മുടെ മൊട്ടബാബു രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഒരു നേടിൽ തീർക്കാവുന്നുള്ളൂ.
മൊട്ടബാബു റവ് എടുക്കുന്നു. സോ 1 vs 3 സിറ്റുവേഷൻ. പിന്നെയും മരിക്കുന്നു. അതേ ഡ്രോപ്പൊക്കെ നമ്മുടെ ഈ സ്മോക്കൊക്കെ എടുത്ത് വാരി എറിയാനുള്ള ശ്രമമാണ് പറയുക. അതേ ചുറ്റും മടിയിലൂടെയൊക്കെ ചുമ്മാ നോക്കുന്നുണ്ട്. അവിടെ സി എൻ ഏഞ്ചലാണ്. സി എൻ ഏഞ്ചൽ എന്നാലും സോണിൻ്റെ ഉള്ളിൽ കയറിയേ പറ്റും. സി എൻ ഏഞ്ചൽ സോണിൻ്റെ പുറത്താണ്. മോനെ അവസാന നിമിഷം സോണിൽ ഒരു കഴക്കം കളിയാണ്. അത് ഈ സോണിൻ്റെ 5 മീറ്റർ അകലെയാണ് നമ്മുടെ സ്വന്തം സിറാറിൻ്റെ പ്ലെയേഴ്സാണ്. ജസ്റ്റ് പൊരിഞ്ഞൊരു കളിയാണ് നമ്മുടെ ഫെല്ലോ. ഇനി എന്ത് ചെയ്യുന്നതാണ് ഫെല്ലോൻ്റെ. പക്ഷേ നേടുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മോനെ സി എൻ്റെ പ്ലെയർ കറങ്ങി വരുന്നൊരു കാഴ്ചയാണ്. മൊത്തം സ്മോക്കുകൾ വാരി വരുന്നു. ലെഫ്റ്റിലൂടെ കയറാൻ നോക്കുമ്പോൾ റൈറ്റിലൂടെ കയറുന്ന അടിമോനെ റൈറ്റിലൂടെ അത് ചന്നം പിന്നെ മടിക്കുന്നുണ്ട്. പിന്നെയും ബുള്ളറ്റുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ നേടുകൾ വരുന്നു. ഒരു നേടിൻ്റെ വായിലാണ് നിൽക്കുന്നത്. നേട് പൊട്ടി. പക്ഷേ നല്ല രീതിയിൽ ഡാമേജ് കിട്ടി. പക്ഷേ വരുന്ന മോനെ കട്ടയ്ക്ക് ഇവിടെ നല്ല കവറിൽ നിൽക്കുന്നുണ്ട്. പിള്ളേർ ചുമ്മാ വെറുതെ അടിക്കുന്നുണ്ട്. പക്ഷേ സ്മോക്കിൻ്റെ കവറിൽ പിള്ളേർക്കൊന്നും കാണുന്നില്ല. വെറുതെ സ്മോക്കിൽ അടിക്കുന്നു. സി എൻ്റെ ഉള്ളവർ കട്ടയ്ക്ക് 3 പേരും കൂടി നമ്മുടെ ഫലം നോക്കുന്നു. മൊട്ടബാബു നോക്കുന്നുണ്ട്. മൊട്ടബാബുൻ്റെ വായിലൊക്കെയാണ് നമ്മുടെ ഫലം കയറി പോകുന്നത്. ഫലം കയറി വന്ന മോനെ അതിൻ്റെ ഉള്ളിൽ കയറി ഒളിക്കുന്നൊരു കാഴ്ചയാണ്. ഫെലോ ഒരു നേടിട്ട് തീർക്കോ ഫെലോനെ. അതൊരു നേട് മോനെ ഒരു തല കാണിക്കുമ്പോൾ അപ്പം തന്നെ അടിച്ചിടാൻ നോക്കുന്നുണ്ട്. പിന്നെയും അതൊരു നേടുകൾ വരുന്നു. മോളിയാണ് വരുന്നത്. അത് പക്ഷേ പിള്ളേർ കയറിയടിക്കുന്നു. മോനെ കയറിയടിച്ച് ഫെലോനിന് ഒറ്റയാൾ പോരാട്ടമായിരുന്നു. ഒറ്റയാൾ നമ്മുടെ ഫെലോന് തോൽവി സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. സോ ഗൈസ് ഇന്നത്തെ ഡിന്നർ കൊണ്ടേയിരിക്കും നമ്മുടെ സ്വന്തം സി എൻ്റെ പ്ലെയറാണ്. സി എൻ്റെ പ്ലെയർ 3 കില്ലുമായി ഡിന്നർ അടിച്ചപ്പോൾ തൊട്ട് താഴെ ഇസുഡാറിൻ്റെ പ്ലെയറാണ്. ഇസുഡാറിൻ്റെ പ്ലെയർ 5-7 കില്ലുമായാലും ഫെലോൻ്റെ സോളോ കളിയായിരുന്നു. പൊളിയായിരുന്നു. തൊട്ട് താഴെ ക്രിപ്റ്റോൺ നാവി ക്രിപ്റ്റോൺ അല്ല നമ്മുടെ നാവിയുടെ പ്ലെയർ നൈസായിട്ട് 6 കില്ലുമായി 3ാം സ്ഥാനത്തിന് തൊട്ട് താഴെ NRS ഉണ്ട്. അതുപോലെ തന്നെ ബോസ്കോ ഉണ്ട്, സ്പൈ ഉണ്ട്, റേസ് ഉണ്ട്, വേപ്പ് ഉണ്ട്, AD ഉണ്ട്, അന്നോഡോമിനി ഉണ്ട്, നമ്മുടെ PX ഉണ്ട്, പ്രൈമക്സിൻ്റെ പിള്ളേരുണ്ട്, നമ്മുടെ BBയുടെ പിള്ളേരുണ്ട്, TiPxൻ്റെ പിള്ളേരുണ്ട്, നമ്മുടെ ഡെഡിൻ്റെ പിള്ളേരുണ്ട്, അതുപോലെ BYTEൻ്റെ പിള്ളേരുണ്ട്, നമ്മുടെ OSIRISൻ്റെ പിള്ളേരുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ DRൻ്റെ പിള്ളേരുണ്ട്, DTR ഉണ്ട്, പൈമുണ്ട്, ഡാർക്ക് ഉണ്ട്. സോ ഗൈസ് ഇന്നത്തെ സ്ട്രീമിംഗ് കൂടെ നിർത്തുകയാണ്. നമുക്കിനി നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.